മുജ്തബ ഖൊമൈനി, ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ ഖൊമൈനി റഷ്യയിൽ ചികിത്സയിലാണെന്ന് റിപ്പോർട്ട്. കുവൈറ്റ് മാധ്യമമായ അൽ ജാരിദയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ആക്രമണത്തിൽ പരിക്കേറ്റ ഇദ്ദേഹത്തെ അതീവ രഹസ്യമായി റഷ്യൻ വിമാനത്തിൽ മോസ്കോയിൽ എത്തിച്ചതായും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെന്നുമാണ് റിപ്പോർട്ട്. മുജ്തബയുടെ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നതായും ചില കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. അതേസമയം മുജ്തബ ഖൊമൈനിയുടെ ജീവന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായാൽ നോക്കിക്കൊണ്ടിരിക്കില്ലെന്ന് റഷ്യയും ചൈനയും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മുജ്തബ ഖൊമൈനി ആരോഗ്യവാനായിരിക്കുന്നെന്നും അദ്ദേഹം വൈകാതെ തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നും ഇറാൻ ഭരണകൂടം അറിയിച്ചു. മുജ്തബ ഖൊമൈനി റഷ്യയുടെ അടുത്ത സുഹൃത്താണ്. ഖൊമൈനിയും റഷ്യയുടെ അടുത്ത സുഹൃത്താണ്. ഖൊമൈനി കൊല്ലപ്പെട്ടത് റഷ്യയെ അസ്വസ്ഥമാക്കിയിരുന്നു. ഖൊമൈനിക്ക് പിന്നാലെ മുജ്തബയെയും വധിക്കാൻ ശ്രമിച്ചാൽ റഷ്യ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈനയും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ US ടോർപിഡോ ആക്രമണത്തിൽ നാവികർ കൊല്ലപ്പെട്ടതിന് പകരം ചോദിക്കുമെന്ന് ഇറാൻ നാവികസേനാ മേധാവി ഷഹ്റാം ഇറാനി പറഞ്ഞു. എപ്പോൾ ഏത് സമയത്ത് എന്ന് പറയാനാവില്ല. ശത്രു പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും തങ്ങൾ പകരം ചോദിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതിനെ തുടർന്ന് അമേരിക്ക കട്ടക്കലിപ്പിലാണ്. സഖ്യരാഷ്ട്രങ്ങളോട് അമേരിക്ക സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ഇറ്റലിയും ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒന്നും സഹായം നൽകാൻ തയ്യാറല്ല. അമേരിക്ക വരുത്തിവെച്ച യുദ്ധം അമേരിക്ക തന്നെ തീർക്കട്ടെ എന്നാണ് ഈ രാജ്യങ്ങളുടെ നിലപാട്. ഹോർമുസ് കടലിടുക്ക് ഉപരോധം ഇറാൻ തുടരുന്നതോടുകൂടി ലോകമെമ്പാടും ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുകയാണ്. കൊച്ചു കേരളത്തിൽ പോലും ഹോട്ടലുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തായാലും ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാന്റെ കപ്പലുകൾ മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. മറ്റ് സഖ്യരാജ്യങ്ങൾക്ക് അവിടെ യുദ്ധക്കപ്പലുകൾ അയക്കാൻ മടിയാണ്. കാരണം ഇറാൻ അവരെ ആക്രമിക്കും. അമേരിക്കയെ സഹായിക്കുന്ന, ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളെ ശത്രു രാജ്യങ്ങളായി കണക്കാക്കും എന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആ മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഇറ്റലിയെയും ജർമ്മനിയെയും ഫ്രാൻസിനെയും ബ്രിട്ടനെയും സ്പെയിനിനെയും ഒക്കെ ഭയപ്പെടുത്തുന്നത്. ഇറാന്റെ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ നിരവധി അയക്കുന്നുണ്ട്. മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുണ്ട് ഇറാൻ. മാത്രമല്ല, ഏറ്റവും പുതിയ ഇറാന്റെ മിസൈൽ പരീക്ഷണവും ഇതിനകം ഡാൻസിംഗ് മിസൈൽ എന്ന് പറയുന്ന റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനത്തെയും കബളിപ്പിക്കുന്ന മിസൈൽ പരീക്ഷണമാണ് ഇറാൻ നടത്തിയത്. ഡാൻസിംഗ് മിസൈൽ ഇറാൻ പരീക്ഷിച്ചതായി ഇറാൻ IRGC വെളിപ്പെടുത്തി. ഡാൻസിംഗ് മിസൈൽ പതിച്ച് സൗദി അറേബ്യയിൽ ഒരു പലസ്തീനി പൗരൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇറാന്റെ പക്കൽ ഇതുപോലെ ധാരാളം അത്യപൂർവമായ മിസൈലുകൾ ഉണ്ടെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ ആയുധ ശേഖരം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നാണ് ഇതിലൂടെ ഇറാൻ തെളിയിക്കുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ശക്തമായ ആക്രമണമാണ് ഇരു രാജ്യങ്ങളും നടത്തുന്നത്. അമേരിക്ക ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചതിനെ ചൈനയും റഷ്യയും അപലപിച്ചിട്ടുണ്ട്. എണ്ണപ്പാടങ്ങൾ ആക്രമിച്ച് ഇറാനിൽ പ്രകൃതി ദുരന്തം ഉണ്ടാക്കാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചത്. എന്തായാലും ട്രംപ് ഇപ്പോൾ കെണിയിലായിരിക്കുകയാണ്. ട്രംപ് സഖ്യകക്ഷികളോട് സഹായം ചോദിക്കേണ്ട ദയനീയമായ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. സഖ്യകക്ഷികളോട് ട്രംപ് സഹായം അഭ്യർത്ഥിച്ച് കഴിഞ്ഞു. പക്ഷേ അവരാരും
തിരിഞ്ഞു നോക്കുന്നില്ല ട്രംപിനെ. കാരണം അവർക്ക് കൊണ്ട് തലവെച്ച് കൊടുക്കാൻ വയ്യ എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്.